ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് ഉണ്ടമഞ്ഞൾ എങ്ങനെയാണ് പൊടിച്ചെടുക്കുക, അത് നമുക്ക് ഫേസിലേക്ക് ഇടാനായിട്ട് എങ്ങനെയാണ് അരച്ചെടുക്കുക എന്നുള്ളത്. ഞാനിവിടെ ചെയ്യാറുള്ളത്, നമ്മൾ അരച്ചെടുക്കുന്ന കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നനച്ച് വെക്കുക. ഒരു 10-20 മിനിറ്റ് നമ്മളതൊന്ന് കുതിരാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാലും മതിയാവും. എന്നിട്ട് നമ്മളൊരു കല്ലെടുക്കുക. ആ കല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം മഞ്ഞൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. കൈ വെച്ചിട്ട് നമ്മൾ ഉരച്ചിട്ടുള്ള ഒരു മഞ്ഞൾ ഉണ്ടാവില്ലേ, അതൊക്കെ ആവശ്യത്തിന് നമുക്ക് കൈ വെച്ചിട്ട് എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലാക്കി വയ്ക്കുക. ഇപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് എങ്ങനെയാണ് മഞ്ഞൾ ഇടേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ടാവും. ഒരുപാട് പേര് മഞ്ഞൾ അലർജി ഉള്ളതുകൊണ്ട് നമ്മളത് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനിതിൽ ഹണിയും കൂടെ ചേർത്തിട്ടാണ് ഇടുന്നത് കേട്ടോ. എനിക്ക് കസ്തൂരി മഞ്ഞളിനേക്കാളും അതുപോലെ തന്നെ സാധാ പച്ചമഞ്ഞളിനേക്കാളും ഒക്കെ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ കുടമഞ്ഞളാണ്. അങ്ങാടി കടയിലൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് നമുക്കത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഹണി വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.